ഹായ് ഗായ്സ്, നമ്മളിന്ന് പോകുന്ന ഒരു അത്ഭുതം കാണാനാണ്. നമ്മൾ കാണാൻ പോകുന്നത് ഫ്രോസൺ സീ വാട്ടർ തടാകം കാണാൻ പോകുന്നത്. തടാകമല്ല, കടൽ. അതായത് കടലിൽ മുഴുവനും മഞ്ഞായി കിടക്കുന്നത്, മഞ്ഞായി ഫ്രീസായി കിടക്കുന്നതാണ്. പക്ഷെ അപ്പോൾ എല്ലാവരും ആലോചിക്കും ഇങ്ങനെ സീ വാട്ടർ ഫ്രീസ് ആവുന്നത്. സീ വാട്ടർ ഫ്രീസ് ആവും. ആക്ച്വലി അന്റാർട്ടിക്കിലെ ടെമ്പറേച്ചറിന് താഴ്ന്നുകൊണ്ടിരിക്കുന്നതും മഞ്ഞ് വീഴും. മഞ്ഞും കടൽ വെള്ളം കൂടെ ക്രിസ്റ്റലാവും. അതായത് കടൽ വെള്ളത്തിൽ ഉപ്പ് മാറിയിട്ട് വെള്ളം ക്രിസ്റ്റലായി അത് ഫോം ആവുന്നുണ്ട് ടോപ്പിൽ. അതിൻ്റെ ഹാർഡാവുന്നതാണ് ഫ്രോസൺ ഐസ്ബർഗ് പോലെ ആവും. അതിൻ്റെ പുറത്ത് എത്രയോ വർഷത്തെ മഞ്ഞ് വീഴ്ചയും ടെമ്പറേച്ചർ ഡൗൺ ആവുന്നതിൻ്റെയും ഫ്രീസായിട്ട് അങ്ങനെ ഒരു ലെയറാണ്. ഇതുപോലെ ഒരു ലെയർ അത് ഫ്രോസൺ നല്ല 10-20 അടി താഴ്ചയിൽ കാണും. സോ നമ്മൾ ക്രൂസ് അതിൻ്റെ മുകളിൽ പോയിക്കൊണ്ടിരിക്കുക. അത് നമ്മൾ ക്രൂസിൻ്റെ എക്സ്പെഡിഷൻ ക്രൂസാണ്, ഈ ഐസ് കട്ടർ മിഷൻസ്. അത് ഇങ്ങനെ പ്രഷർ കൊണ്ട് ഇടിഞ്ഞിടിഞ്ഞങ്ങ് പോയിക്കൊണ്ടിരിക്കും. സോ ഇന്ന് പോകുന്നുണ്ട് പെങ്കിങ്, അവിടെ നിന്ന് മാറി പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ അത് തിരിച്ചു വരും. പക്ഷെ നമ്മളിവിടെ ലാൻഡ് ചെയ്യും കുറച്ച് കഴിഞ്ഞിട്ട്. സോ അപ്പുറത്തെ സൈഡ് കാണുന്നുണ്ടോ, ഇത് ആക്ച്വലി സമ്മർ ആകുമ്പോൾ ഇത് മെൽറ്റ് ആവുന്നുണ്ട്. അങ്ങനെയാണ് ആ ഭാഗത്ത് കാണുന്നുള്ളൂ, ഇങ്ങനെ കരയെ കാണുന്നത്. പക്ഷെ ഇത് മെൽറ്റായി ഇങ്ങനെ എത്ര ഐസ്ബർഗായിട്ട് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ ആക്ച്വലി വെയിലടിക്കുന്നുണ്ട്, തണുപ്പ് നമുക്ക് അടിക്കുന്നില്ല. ആക്ച്വലി നമ്മൾ പ്രത്യേക കോട്ട കിട്ടിയിട്ട് തണുപ്പ് കിട്ടുന്നില്ല. എന്നാലും ആവശ്യത്തിന് തണുപ്പുണ്ട് ഇവിടെ. സാധാരണ ഇതിൽ നിൽക്കാൻ പറ്റത്തില്ല. സോ പെങ്കിൻ പോകുന്നുണ്ടോ, അതൊക്കെ അവരെപ്പോഴും ഒരു ഫാമിലി കോളനി ആയിട്ടേ താമസിക്കുള്ളൂ.